പൃഥ്വിരാജ് ഒരിക്കൽ പറഞ്ഞു, ശാന്താറാം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ശാന്താറാം എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായ നോവലാണ്, ഇംഗ്ലീഷ് നോവലാണ്. അപ്പം അത് ഞാനും വായിച്ചിട്ടുണ്ട്. അതിനകത്ത് നായകൻ ഈ ബോംബെയിൽ വന്നിട്ട്, ബോംബെയിലെ ഓസ്ട്രേലിയയിലെ ജയിലിൽ നിന്ന് ചാടി ഇന്ത്യയിൽ വന്ന് ഒരു കുറേ, അത് ശരിക്കും ഒരു ട്രൂ സ്റ്റോറിയാണ്. അദ്ദേഹം വന്നിട്ട് ബോംബെയിൽ വന്നിട്ട് ബോംബെയിൽ ഈ അവിടെ ബൈക്ക് ഓടിച്ച് ബുള്ളറ്റ് യാത്ര ചെയ്യുന്നതുണ്ട്. ഈ പൃഥ്വിരാജിന് വായിച്ചിട്ട് ഇത് ഭയങ്കരമായിട്ട് ആവേശം കയറിയിട്ട് പുള്ളിക്കാരൻ ബോംബെ പോയി ഇതുപോലെ ബുള്ളറ്റ് അവിടെ നിന്ന് ഫ്രണ്ടിൻ്റെ ബുള്ളറ്റ് എടുത്ത് ഓടിച്ച് അദ്ദേഹം സഞ്ചരിച്ച വഴി കൂടെ പോയിട്ട് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നമുക്ക് വിശ്വസിക്കാനാവാത്തത്ര സന്തോഷമാണ്. കാര്യം ആ ബുക്കിലേക്ക് ഇറങ്ങിച്ചെന്നതിൻ്റെ ഒരു സുഖമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ അഭയം എന്ന് പറഞ്ഞ കഥ അത് സാങ്കല്പികമാണോ അതോ ശരിക്കും അത് നാട്ടിലെ ആൾക്കാർ അതിൽ കയറി വന്നിട്ടുണ്ടോ? അല്ല, അത് ഒരു എഴുത്തുകാരിയുടെ ജീവിതമാണ് അഭയം. ഇപ്പോൾ അന്ന് കോളേജ് അധ്യാപികയായ ഒരു സ്ത്രീ, അവർ കവിത എഴുതും, കഥ എഴുതും, നോവൽ എഴുതും. അങ്ങനെ നല്ല കുടുംബത്തിൽ പിറന്ന് അച്ഛനമ്മമാരുടെ സ്നേഹവാത്സല്യങ്ങൾ, സുഹൃത്തുക്കളുടെ സ്നേഹം, പിന്നെ ഔദ്യോഗിക തലത്തിൽ അതിൻ്റെ അംഗീകാരം, പിന്നെ എഴുത്തുകാരി എന്നുള്ള പ്രശസ്തി, അങ്ങനെ പലതരത്തിൽ ഒരു ജീവിതം അങ്ങനെ കത്തി നിൽക്കുമ്പോഴാണ് അവരൊരു രോഗിയായിത്തീരുന്നത്, ക്യാൻസർ രോഗിയാണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ജീവിതത്തോടുള്ള ആർത്തി ഇരിക്കുമ്പോൾ തന്നെ ഈ ഒഴിവാക്കാനാവാത്ത ഒരു ദുർവിധിക്ക് കീഴടങ്ങി മരണത്തിൽ അഭയം കണ്ടെത്തേണ്ടി വരുന്ന നിസ്സഹായമായ മനുഷ്യാത്മാവ് ഒന്നും ചെയ്യാനൊക്കില്ല. അങ്ങനെയാണ് ആ കഥയുടെ ഒരു സ്വരൂപം എൻ്റെ മനസ്സിലുള്ളത്. അതൊരു എഴുത്തുകാരിയുടെ, ഒരു കവയത്രിയുടെ കഥയാണ്. അവർ രോഗം വന്ന് ഇങ്ങനെ മരണത്തിൽ അഭയം തേടുന്നു. അത് ആശയം ആണ് എൻ്റെ അഭയം എന്ന നോവലിനുള്ളത്. അത് എഴുതിയ കാലത്ത് വായനയിലൊരു വലിയ തരംഗം സൃഷ്ടിച്ച നോവലാണ് അഭയം. ഇപ്പോഴും അത് മലയാളികളൊരു പുതിയ നോവൽ പോലെ വായിക്കുന്നുണ്ട്. അപ്പം ആ നോവൽ വായിച്ചിട്ടാണ് ശോഭന പരമേശ്വരൻ നായരും രാമുകാരായിട്ടും കൂടി അത് സിനിമയാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടത്തിൽ ഇതിനകത്ത് പാട്ടുകളെക്കുറിച്ചൊരു ആലോചന വന്നപ്പോൾ കാര്യമായിട്ട് പറഞ്ഞു, ഇതിനകത്ത് നമുക്ക് സാധാരണ സിനിമ പാട്ട് വേണ്ട, മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ചില കവിതകൾക്ക് സംഗീതം കൊടുത്ത് പാട്ടുകളാക്കി തീർക്കുക. ഇതൊരു കവിയത്രിയുടെ കഥയാകുമ്പോൾ കവിതകൾ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. അതിന് തിരഞ്ഞെടുത്ത ഒരു ഗുണമുള്ളത്, ഈ കാര്യമായിട്ട് എഴുത്തുകാരനായിരുന്നു, കവിതയൊക്കെ എഴുതിയിരുന്ന ആളാണ്, എഴുത്തുകാരനായിരുന്നു. പരമേശ്വരൻ നായർ, പരമവണ്ണൻ, ഞങ്ങളൊക്കെ അങ്ങനെയാണ് വിളിക്കാറുള്ളത്. അത് ഈ മലയാള സിനിമയിലെ കലാകാരനായ പ്രൊഡ്യൂസറായിരുന്നു അദ്ദേഹം, നഖത്തുമ്പ് വരെ കലാകാരൻ. അങ്ങനെ ഒരാളെ കണ്ടുകിട്ടിയ പ്രയാസമാണ്. കാശൊന്നും അധികം ഇല്ലാതെ തന്നെ അദ്ദേഹം ഈ നല്ല മലയാളത്തിലെ ഏറ്റവും മികച്ച പടങ്ങൾ എടുത്ത ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിനുള്ള പ്രസിദ്ധി എന്നറിയാമല്ലോ. നന്ദുവിനൊക്കെ അറിയാമായിരിക്കും, അദ്ദേഹത്തെ അറിയാമല്ലോ. അപ്പം ഈ പരമവണ്ണൻ ധാരാളം വായിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പല പേരുകളും പറഞ്ഞു. അവരുടെ ഉള്ളിൽ കാര്യമായിട്ടിൻ്റെ മനസ്സിൽ തന്നെ ചില ഈ കഥയ്ക്ക് സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള കവിതകൾ തോന്നി. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു, ഈ ശങ്കരക്കുറുപ്പിൻ്റെ സാഗരഗീതം എന്ന് പറയുന്ന കവിത എങ്ങനെയാണ്, അത് കാര്യമായിട്ട് സാർ വായിച്ചിട്ടുണ്ടോ? ഇത് ചോദിക്കുകയല്ല, ഇത് മുഴുവൻ ഇങ്ങോട്ട് പാടാൻ തുടങ്ങി പുള്ളി. അത്രയ്ക്ക് കവിത മനസ്സിലുള്ള ആളാണ് കാര്യമായിട്ട്. ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ കവിത മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ സ്വരത്തിൽ പാടാൻ തുടങ്ങി. അപ്പോൾ അത് തീരുമാനിച്ചു. അപ്പോൾ അത് ദക്ഷിണാമൂർത്തിയാണ് അതിനകത്ത്, സ്വാമിയാണ് സംഗീതം ചെയ്യുന്നത്. ഞാൻ അപ്പോൾ കൂടെയുണ്ട്, ഞാൻ മദ്രാസിൽ കൂടെയുണ്ട്. അപ്പോൾ സംഗീത സംവിധാനത്തിന് ദക്ഷിണാമൂർത്തി സ്വാമി വന്നിരിക്കുന്നു. അപ്പോൾ ഈ പരമോണം കൊണ്ടുവന്ന് സ്വാമി അതിൻ്റെ തലേ ദിവസം റിഹേഴ്സലിനാണ് കാര്യം, റെക്കോർഡിങ്ങിനല്ല, കൊണ്ടുകൊടുത്ത് സ്വാമി ഇതൊക്കെ വായിച്ച് നോക്കിയിട്ട് പുള്ളി അങ്ങ് എഴുന്നേറ്റ്, പരമു അവിടെ വണ്ടി കിടപ്പുണ്ടോ എന്ന് ചോദിച്ചു, വീട്ടിൽ പോകാൻ. ഇതൊന്നും എനിക്ക് പറ്റൂല, ഇതെന്താ എഴുതി വെച്ചേക്കണത്? ശാന്തമമ്പരം നിതാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തം ആരബ്ധ ക്ലേശ രോമന്തം മമസ്വാന്തം. എൻ്റെ പൊന്നു പരമു, വേറെ ആരെങ്കിലും വിളിച്ചോ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പുള്ളി എഴുന്നേറ്റ് പറഞ്ഞു, സ്വാമി തന്നെ അത് ചെയ്താൽ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കിയെങ്കിലും അപ്പോൾ പറഞ്ഞു, സ്വാമി പൊയ്ക്കോ, ഇപ്പോൾ പൊയ്ക്കോ, ഈ കവിതയും കൊണ്ടുവെക്കോ, നാളെ രാവിലെ വണ്ടി അയക്കാൻ നേരം വന്നാൽ മതി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് പുള്ളി വല്ലാത്തൊരു എന്തോ ഒരു പീഡാനുഭവം അനുഭവിച്ച പോലെ പുള്ളി വന്നിരുന്ന് പാടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളെ
കാര്യാട്ട് പരമേശ്വരൻ നായർ, ശങ്കരാടി, അടൂർ ഭാസി, ഈ അടൂർ ഭാസിയുടെ ചേട്ടൻ ചന്ദ്രരാജ്, ഇങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട് അവിടെ. പിന്നെ പണ്ട് തമിഴ് നടനായിരുന്ന ഒരു വിജയനുണ്ട്, അന്ന് കാര്യാട്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം പുള്ളി അറിയാമല്ലോ, അവരൊക്കെ ഉള്ളൊരു സദസ്സ് വെച്ചിട്ടാണ്. അപ്പം ഇതെന്താ വേണ്ടത്, എൻ്റെ വൈക്കത്തപ്പ എന്നും പറഞ്ഞ് പുള്ളി ഇതങ്ങോട്ട് വെച്ചിട്ട് ഹാർമോണിയത്തിൽ മീട്ടിട്ട് ഇതങ്ങോട്ട് പാടാൻ തുടങ്ങി. എന്താ അത്ഭുതം! അതതിൻ്റെ ഒരു ഘട്ടം. അത് കഴിഞ്ഞിട്ട് ഇത് സ്റ്റുഡിയോയിൽ വെച്ച് ഇത് പാടുന്നത്, ഇപ്പോൾ ശങ്കരക്കുറുപ്പിൻ്റെ കവിത, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, പാടുന്നത് യേശുദാസ്. ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് യേശുദാസ് ഈ പാട്ട് പാടുമ്പോൾ തിയേറ്റർ കിടന്ന് കിടുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം മറ്റ് ഭാഷക്കാരായ ആളുകൾ, പ്രൊഡ്യൂസർമാരും സിനിമാക്കാരും ഒക്കെ പുറത്ത് നിൽക്കുമ്പം ഈ പാട്ടാണ് ഇനി ഒഴുകി വരുന്നത്. ഒരു സമുദ്രകോപം പോലെയാണ്, ഒരു സുനാമി പോലെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ തെലുങ്കന്മാരായ പ്രൊഡ്യൂസർമാർക്ക് ഇതെന്താ ഇതെന്ന് അത്ഭുതപ്പെടുന്നു. അപ്പോൾ ചന്ദ്രാജി അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത് ഇങ്ങനൊരു പാട്ടാണ്. അപ്പോൾ അവർക്ക് അത്ഭുതപ്പെട്ടു പോവുകയാണ്. നല്ല പാട്ടിനെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി ഒരു നല്ല പാട്ട് കേൾക്കാമല്ലേ? മമ്പരം നീതാഘോഷ്മള സ്വപ്നാക്രാന്തം കാന്തമാരബ്ധക്ലേശ രോമന്തം മമ സ്വാർത്ഥം ശ്രാന്തമമ്പരം ദൃപ്തസാഗര ഭവദ്രൂപദർശന അർത്ഥസുപ്തമെന്നാത്മാവന്തർ ലോചനം തുറക്കുന്നു. നീയവാരതയുടെ നീലഗംഭീരോധാര ഛായ മനം ഭ്രമിക്കുന്നു ശ്രാന്തമമ്പരം നീതാഘോഷ്മള സ്വപ്നാക്രാന്തം